ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു ബാൾസം പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ റിക്വസ്റ്റിംഗ് വീഡിയോ ആണ്. ബാൾസം ചെടി പിടിച്ച് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ന് കുറേ മെത്തേഡിലാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. കുറച്ചധികം തന്നെ മെത്തേഡ്സിൽ ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. വിത്ത് റിസൾട്ടോട് കൂടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മഴക്കാലത്ത് വേഗം തന്നെ നമുക്ക് ബാൾസം പ്ലാന്റ്സ് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. മഴ സമയത്ത് ഇതുപോലെ റൂട്ടൊക്കെ തന്നാലെ നമുക്ക് ചെടികളിൽ നിന്ന് ഉണ്ടായി വരും കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ചെടികളാണെങ്കിൽ മഴ കൊള്ളുന്ന ഭാഗത്ത് ഇരിക്കുന്ന ചെടികളിലൊക്കെ ഇതുപോലെ റൂട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് അതേപോലെ മണ്ണിൽ കുത്തിയെടുത്താൽ ശരിയായി വരും. ഇതുപോലെ തന്നെ ഹൈബ്രിഡിലും ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അതുപോലെയാണ് പ്രൊപ്പഗേഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അതേപോലെ പുതിയ മുകുളങ്ങളൊക്കെ നമുക്ക് പ്രൂൺ ചെയ്ത് വരുന്ന ഈ ഒരു പുതിയ ചെറിയ കട്ടിങ്സ് മതി കേട്ടോ റൂട്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ കുറച്ച് മദർ പ്ലാന്റ് ഇവിടെ മഴയത്ത് വെച്ചതുകൊണ്ട് പുതിയ കമ്പുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പ് മതി കേട്ടോ നടാനായിട്ട്. ചെറിയ പീസസ് മതി. 2-3 ലീഫിനോടുള്ള ഒരു കട്ടിങ്സ്, വല്ലാതെ ഹെൽത്തി ആയ കട്ടിങ്സ് വേണമെന്നൊന്നുമില്ല. ഇതുപോലുള്ള തണ്ടിൽ നിന്നാണ് വേഗം നമുക്ക് റൂട്ടാക്കി എടുക്കാൻ പറ്റുക. പിന്നെ 4 ദിവസം കൊണ്ടൊക്കെ നമുക്ക് വേഗം റൂട്ടാക്കുന്ന മെത്തേഡൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബാൾസത്തിൽ വേഗം റൂട്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കട്ടില്ലാത്ത തണ്ടായതുകൊണ്ട് വേഗം തന്നെ റൂട്ടായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ട് വലിപ്പമുള്ള കട്ടിങ്സ് ഒന്നുമല്ല. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് മണ്ണിലാണ് കേട്ടോ. സാധാരണ മണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ ചാണകപ്പൊടിയൊന്നും നമുക്കിപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ചാണകപ്പൊടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് മണ്ണ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ കുറച്ച് നല്ല തരിതരിപ്പോടുള്ള മണ്ണ് എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇനി കട്ടിങ്സിനെ ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കാതെ ഒരു ഹോൾ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് മെല്ലെ വെച്ച് കൊടുക്കാം. കാരണം റൂട്ടാണ് ഭാഗം ചതഞ്ഞ് പോവാതിരിക്കാനാണ്. ഇനി നമുക്ക് റിസൾട്ട് കിട്ടിയത് കാണാം കേട്ടോ. ഇത് വെറും 3 ദിവസമായിട്ടുള്ളൂ ഉണ്ടായിരുന്നത്. അതാണ് കേട്ടോ ഇത്രയും വേര് വന്നത്. ഇനി നമുക്ക് 4 പോലെ വേര് വരുന്ന ഒരു മെത്തേഡ് കാണിക്കാം. അതിനായിട്ട് എടുത്തിട്ടുള്ളത് മണലാണ് കേട്ടോ. മണൽ നല്ല ആറ്റുമണൽ കഴുകി എടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിപ്പോൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. മഴയത്തൊന്ന് കിടക്കുന്ന മണലൊക്കെ ആണെങ്കിൽ നല്ല ഫ്രഷായിട്ട് കിട്ടും. അപ്പോൾ ഡ്രെയിനേജ് ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ചട്ടിയിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാലാണ് ചീച്ചിൽ വരിക. അപ്പോൾ ഇതുപോലെ മണൽ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ടിങ്സ് ഓരോന്നായിട്ട് ഇതിൽ കുത്തി വെക്കാം കേട്ടോ. ഒരു പോട്ടിൽ നമുക്ക് ഇത്രയും വേണമെങ്കിൽ എത്ര കൊള്ളോ അത്രയും കട്ടിങ്സ് വെച്ച് കൊടുത്തിട്ട് ഒരുപോലെ നട്ട് കൊടുക്കാം. വേര് വന്നു കഴിഞ്ഞാൽ നമുക്കിതിന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ പോട്ടിൽ കട്ടിങ്സ് ആക്കിയിട്ട് കുത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോട്ട് വേണമെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മണൽ കുറച്ച് കിട്ടുന്നവർക്കൊക്കെ ഇതുപോലെ ചെയ്യാം കേട്ടോ. വേരായി കഴിഞ്ഞതിന് ശേഷം മാറ്റി നട്ടിട്ട് ഈ ഒരു മണലിന് നമുക്ക് വേറെ നട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടാണ് കേട്ടോ. ഇത് ഞാൻ മാറ്റി നടാൻ ടൈം വൈകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റൂട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എത്ര വേണമെങ്കിലും നമുക്ക് ഇതുപോലെ നട്ട് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ പല കളറിൻ്റെ ആണെങ്കിൽ വേഗം റൂട്ടായ പാടിനെ നട്ട് കൊടുക്കണം. ഇന്നിപ്പോൾ നമുക്ക് വേർതിരിച്ചെടുക്കുമ്പോൾ വേര് പൊട്ടാതെ വേണം എടുക്കാൻ. ഇനി അടുത്ത മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. അടുത്ത മെത്തേഡിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കൊക്കോപീറ്റാണ്. കൊക്കോപീറ്റ് നമുക്ക് കഴുകിയെടുക്കുന്നത് നല്ലതാണ്. അതിലൊരു കറ ഉണ്ടാവും. അത് നമുക്ക് പ്ലാന്റ് ചീത്തയാവാൻ സാധ്യതയുണ്ട്. ഞാനിത് കഴുകി വെച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ ഒന്ന് കഴുകി കൊടുത്താൽ മതി. ഇതിലേക്ക് മണ്ണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പകുതി കൊക്കോപീറ്റിന് പകുതി മണ്ണാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പോട്ടി മിക്സിംഗ് ആയിട്ട് ഇതിൽ കട്ടിങ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നമുക്ക് പിടിച്ചു വരും. ഇനി മണൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞവർക്ക് ഈ ഒരു മെത്തേഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മെത്തേഡിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കൊക്കോപീറ്റ് കൂടുതലാവരുത് കേട്ടോ. മണ്ണും രണ്ടും തുല്യ അളവിലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ആയിട്ട് നമുക്ക് ലൂസായിട്ടുള്ള ഒരു പോട്ടി മിക്സിങ് കിട്ടും. പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് എന്തായാലും നമുക്ക് ഡ്രെയിനേജിന് എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കെട്ടിക്കിടക്കാതെ വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കണം. കട്ട പിടിക്കുന്ന പോട്ടി മിക്സിംഗ് ഒക്കെ ഉള്ളവർ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമുക്കൊന്ന് ലൂസായിട്ടുള്ള പോട്ടി മിക്സിംഗ് ആണെങ്കിലാണ് വേഗം റൂട്ടായിട്ട് വരിക കേട്ടോ. വായുസഞ്ചാരം കിട്ടുമ്പോൾ പ്ലാന്റിന് വേഗം റൂട്ടായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഈ ഒരു പോട്ടി മിക്സിൽ നട്ടിട്ട് ഒരാഴ്ച കൊണ്ട് നമുക്ക് ഇത്രയും വേര് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് റിസൾട്ട് കാണിച്ചത്. ഇനി നമുക്ക് ഈ ഒരു മെത്തേഡിലൊന്നും കട്ടിങ്സ് ശരിയാവുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് വെള്ളം എടുക്കുക കേട്ടോ. വെള്ളത്തിലുള്ള പ്രൊപ്പഗേഷനാണ് കാണിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേ ഇതിൽ ഫാൾട്ട് പറ്റാറുണ്ട് കേട്ടോ. എനിക്കിത് സക്സസ് ആവാറില്ലായിരുന്നു ഫസ്റ്റ് മുതൽ തന്നെ. അപ്പോൾ ഞാനിതാ ഈ ലീഫിനോട് നമുക്ക് വെള്ളത്തിൽ തട്ടി നിൽക്കുന്ന വിധത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ലീഫിനോട് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് വെക്കണം. അങ്ങനെയാണെങ്കിലാണ് അവിടുന്ന് നമുക്ക് വേരുകളൊക്കെ വന്നിട്ട് ചെടി ഉഷാറായിട്ട് വരിക. പിന്നെ വെള്ളത്തിൽ വെക്കുന്നവരെന്തായാലും അടിയിലുള്ള ലീവ്സൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ ലീഫ് കൊഴിഞ്ഞു പോയിട്ട് അങ്ങനെയാണ് കേട്ടോ ഫംഗസ് വരാറുള്ളത്. പിന്നെ 4 ദിവസമൊക്കെ വെക്കുമ്പോൾ ഒന്ന് വെള്ളം നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. വേറെ വെള്ളം ആക്കി കൊടുത്താൽ മതി. അങ്ങനെയും ഫംഗസ് വരാറുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നമുക്ക് ഫ്രഷ്
ഫ്രഷ് ആയിട്ട് റൂട്ടായിട്ട് വരാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് മെത്തേഡാണെന്ന് വെച്ചാൽ അത് ഇഷ്ടമുള്ളത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ റൂട്ടാക്കിയ പ്ലാന്റിനെ നട്ടു കൊടുക്കണമല്ലോ, അതിനായിട്ടുള്ള പോട്ടി മിക്സിംഗ് ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. കൂട്ടുകാർക്ക് റൂട്ടൊക്കെ നന്നായിട്ട് വരും, പക്ഷേ പോട്ടി മിക്സിംഗ് ഒക്കെ തയ്യാറാക്കി പ്ലാന്റ് നടുമ്പോഴാണ് പോവാറുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് റൂട്ട് വന്നതിന് ശേഷം മാത്രം വളങ്ങൾ ചേർത്ത മണ്ണിലേക്ക് മാറ്റി നടുക കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനെടുത്തത് നന്നായി ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി കേട്ടോ. ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മണലാണ് എടുത്തിട്ടുള്ളത്. മണലിന് പകരം നിങ്ങൾക്ക് എംസാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എംസാൻഡിൽ ഞാൻ റൂട്ട് പിടിപ്പിക്കുന്നത് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എംസാൻഡ് കൊണ്ട് റൂട്ട് പിടിപ്പിച്ചാൽ മണലിനേക്കാളും റിസൾട്ടാണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. മണൽ എങ്ങനെ നമുക്ക് റിസൾട്ട് തരുന്നു അതിനേക്കാളും നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ എംസാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. കുറേ പേര് ഞാൻ റൂട്ട് പിടിപ്പിക്കുന്ന വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എംസാൻഡിൽ പിടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. എനിക്ക് ചെയ്ത് കാണിക്കാനായിട്ട് എംസാൻഡ് ഇപ്പോൾ കയ്യിലില്ല കേട്ടോ, അതാണ് ഞാനത് കാണിക്കാത്തത്. നല്ല റിസൾട്ട്. ഈ ഒരു പോട്ടി മിക്സിങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു വലിയ പോട്ടിലാണ് നട്ട് കൊടുക്കാനായിട്ട് പോണത്. നന്നായിട്ട് റൂട്ടായ പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് വേഗം പിടിച്ച് വരാനും അതേപോലെ ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് വരുമല്ലോ. പോട്ടിൻ്റെ ഹോൾ അടയാതിരിക്കാൻ കല്ലും കൂടി വെച്ച് കൊടുത്തിട്ട് 1/4 ഭാഗം മാത്രം മണ്ണ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയായിരിക്കും നമ്മൾ പോട്ടി മിക്സിങ് 1/4 ഭാഗം മാത്രമാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ബാക്കി പ്ലാന്റ്സ് നടുന്നതിനനുസരിച്ച് വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പോട്ടി മിക്സിങ് ചേർത്ത് കൊടുത്താൽ മതി. മുകളിലേക്ക് വേര് വരുമ്പോൾ പോട്ടി മിക്സിങ്ങും ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതുപോലെ നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റിന് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം തണ്ടിനോട് ചേർത്തിട്ട് അധികം മണ്ണിടാതെ ശ്രദ്ധിക്കുക കേട്ടോ. മണ്ണ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഫംഗസ് വരാറുണ്ട്. ഇങ്ങനെ നട്ടു കൊടുത്തത് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഷെയ്ഡിലും വെക്കാം. മഴ ഉള്ള ഭാഗത്ത് വെക്കുന്ന കൂട്ടുകാരാണെങ്കിൽ മഴയത്തും വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നട്ടെടുത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതെല്ലാം. ഇനി എൻ്റെ ബാൾസം പ്ലാന്റിൻ്റെ അവസ്ഥ കണ്ടോ. ഇത് പുഴുക്കളുടെ ശല്യം കൊണ്ടാണ് കേട്ടോ. പുഴുക്കൾ നന്നായിട്ട് നമ്മുടെ ചെടിയിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ ബട്ടർഫ്ലൈൻ്റെ ഈ ഒരു പുഴു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടീനെ മുഴുവനായിട്ട് തിന്ന് തീർക്കും കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ പ്ലാന്റ്സ് ഫുള്ളായിട്ട് തിന്ന് തീർക്കും. ഈ മഴക്കാലത്ത് സാധാരണയായിട്ട് ഇവർ വരാറുള്ളത് ഈ ഒരു ബാൾസം ചെടിയുടെ ലീഫ്സ് തിന്നാനാണ് കേട്ടോ. കണ്ട പാടെ നമ്മൾ ഈ പുഴുവിനെ കളഞ്ഞ് നശിപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടും ഫ്രഷ് ആയിട്ടും ചെടികൾ വളർന്നു വരാൻ ചെങ്കിൽ ഒരിക്കൽ പെസ്റ്റിസൈഡും അതേപോലെ ഫംഗിസൈഡും അടിച്ചു കൊടുക്കുക കേട്ടോ. അതേപോലെ ഒരു ചെടി നമുക്ക് പുതിയത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കട്ടിങ്സ് നമ്മൾ വേഗത്തിൽ തന്നെ നട്ടു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവും. ഫംഗസ് വരാതെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെറിയ മക്കൾക്ക് പോലും ഈ ഒരു ചെടീനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ പൂക്കൾ വിരിയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ മുമ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വന്ന് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓരോ കമൻറ്റും വായിക്കുന്നത് വളരെ സന്തോഷമാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.